ഹലോ വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ നമ്മളിത് നേരെ ക്രൂസ് ഷിപ്പിലോട്ട് നമ്മുടെ ചെറിയ പാർട്ടിക്കണ്ട് നമ്മൾ പോവാണ്. ശ്രീകൊണ്ട് ഇവിടെ കൊണ്ട് ബാക്കി എല്ലാവരും ഇറങ്ങി. ഞാൻ സമയം പോയി, എനിക്ക് പാൻറ് ഇല്ല. അന്നേരം നമുക്ക് എപ്പോഴും ട്രാക്ക് സൂട്ടാണ് വേണ്ടിയിരിക്കുന്നത്. അപ്പം സ്റ്റുഡിയോയിൽ കയറി പാൻറ് എടുത്തുകൊണ്ട് വേണം പോകാൻ വേണ്ടി. അപ്പോൾ സമയം പോയി, അവരെല്ലാം തെറിയാണ്. നമുക്ക് നേരെ പോകാം. അപ്പോൾ നമ്മളിവിടെ പാർക്കിങ്ങിൽ വന്നു. ഇത് വണ്ടി നമ്മളിവിടെ ഇട്ടുണ്ട്. ടോണിയുടെ വണ്ടിയൊക്കെ അത് വരുന്നേ ഉള്ളൂ. ഞാൻ മത്തായി, ശ്രീകുട്ടൻ, പിന്നെ ശ്രീചേട്ടനെ പുറത്ത് വയ്ക്കുക അവരുടെ പാർക്കിങ് കാണിക്കാൻ വേണ്ടി. ഓ, വണ്ടി കിടക്കാൻ നോക്കിയേ. ഇത്രയും വലിയ പോകണം, ലോ ബോണ്ട് ആക്കിയതാണോ? ബസ്സൊക്കെ വരുന്നുണ്ട് അവിടെ ഇങ്ങോട്ട്. എനിക്കറിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഒരു പറഞ്ഞു വെച്ചോണ്ട് നമ്മൾ വിഷ്വൽ ക്ലിയർ ആയിരിക്കത്തില്ല മേ ബി. ബട്ട് അതിൻ്റെ അപാകതയുണ്ട്. വെൽക്കം ഗോവ എന്നാണ് വലിയ ബിൽഡിങ് കേട്ടോ അത്. ഒന്നുമില്ല, അവർ നമ്മളെ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പണിതേക്കുന്നത് ഇവിടെ ബൊലോറോ കേട്ടോ. ബൊലോറയ്ക്ക് ജീപ്പിൻ്റെ ഇത് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ബൊലോറോ? ഞാൻ പോയി നോക്കി, ചേസ് നോക്കി. ചേസ് ഉണ്ടോ? ബൊലോറോയുടെ ചേസിൽ ജീപ്പിന്റെ ബോഡി മാത്രം കയറ്റി വെച്ചേക്കുന്നു. മേജറിൻ്റെതിന് അങ്ങനെയല്ലല്ലോ. അല്ല, എന്നാലും മറ്റേ ഇത് വരത്തില്ലോ. ചേസ് വേറെ ആണല്ലോ. ഫുള്ള് കമ്പനി. അവർ വന്നു കേട്ടോ. ടോണിയൊക്കെ വന്നു. ടോണി വണ്ടി അവിടെ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി ഇതിവിടെ കിടപ്പുണ്ട്. മത്തായി ഇവിടെ ഉണ്ട്. ടോണിയുടെ വണ്ടി ഇത് പാർക്ക് ചെയ്തു. നമുക്ക് ഇതിൻ്റെ റിവ്യൂ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ നമുക്കിടാം. ഇത് അത്യാവശ്യം പണിതിട്ടുള്ളതാണ്. ഓവറായിട്ട് വേണതില്ല, ചെറുതായിട്ട് അത്യാവശ്യം രീതിയിൽ സസ്പെൻഷൻ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കേട്ടോ. പക്കു ഇതേ കൂടെ നമ്മളിപ്പോൾ വണ്ടിയായിട്ട് പോയി. പാലത്തിന് ചോർച്ചുണ്ട് കേസ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. പാമ്പം പാലം, പനാജിയോ ब्रिज नहीं, अतुल सेतु സോറി ബൈ. ഓ, തേർഡ് ലാർജസ്റ്റ് ബ്രിഡ്ജ് ആട്ടോ ഇത്. വണ്ടി പാക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു. അപ്പോൾ നമ്മളിത് ഈ പാർക്കിൻ്റെ താഴെ കേട്ടോ. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്താണ്. നമ്മൾ ലൈറ്റ് കത്തി കിടക്കണതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. കത്തി നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കാണിച്ചിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. അപ്പം എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇതുപോലത്തെ ക്രൂസ് ഷിപ്പിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഇതല്ല എടുത്തേക്കണേ. നമ്മൾ എടുത്തേക്കുന്നത് നിലവിൽ ഈ എൻട്രി 700 പെർ പേഴ്സണാണ് നമ്മൾ എടുത്തേക്കുന്നത്. 1500 ഒരു പാക്കേജ് ഉണ്ട് പെർ പേഴ്സൺ. അതാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. കുറേ 2 hour 2.5 hour ആണല്ലോ നമുക്ക് റൈഡ് കാര്യങ്ങളുണ്ട്. പിന്നെ ഡിന്നറുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം അങ്ങോട്ടേക്ക് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പം എന്തായാലും നമുക്ക് പോയി നോക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അപ്പം നേരെ പോകാം. ഓ, ഇവിടെ വെയിറ്റിംഗ് സെൻറ്റർ ഉണ്ടോ? നമ്മൾ ഇതിൻ്റെ ബാക്കിലെത്തിയല്ലേ? ഇവിടെ എത്തി. അവിടെ വെയിറ്റ് ചെയ്യാനായിരിക്കും. ഐ തിങ്ക് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. ഇപ്പം
यहाँ रहेंगे तो मटका पीछे बनाएगा और वहाँ आते हैं तो मटका पीछे में അതെവിടെ ഷിപ്പ് കിടപ്പുണ്ട്? ആ അതെവിടെ ഷിപ്പ് കിടപ്പുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഷിപ്പുകൾ ഇരിക്കുന്നുണ്ട്. അവിടെ ഇവിടെ ഒരു ഷിപ്പുണ്ട്. നമ്മുടെ ഏതാ? പാരഡൈസോ? നമ്മുടെ ഏതാ? നമ്മുടെ ഏതാ? നമ്മുടെ ഏതാ? ആ റോയൽ ക്രൂസ്. ഇത് പാരഡൈസ് ആണ് കേട്ടോ. നമ്മുടെ റോയൽ ക്രൂസ് അല്ലേ? ഓക്കെ, നമ്മുടെ റോയൽ ക്രൂസ് എന്ന് പറഞ്ഞിട്ടൊരു ക്രൂസ് ഷിപ്പാണ് കേട്ടോ നമുക്കിത്. അപ്പോൾ നമുക്കെന്തായാലും ഇനിയിപ്പോൾ കയറി കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കയറുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. നമ്മുടെ മണ്ടേ കണ്ടോ? നമ്മുടെ മണ്ടയിൽ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ് കേട്ടോ. നേരത്തെ എരിയാൻ മറന്നുപോയി. കാര്യം ഇതാണ് മണ്ടയിൽ ബ്രിഡ്ജ്. അപ്പോൾ നമുക്കെന്തായാലും കയറുന്ന വിഷ്വലും കാര്യങ്ങളും കാണിക്കട്ടോ. അപ്പോൾ നമ്മൾ പാസ് കൊടുത്ത് കയറി വന്നിരിക്കുകയാണ്. പാട്ട് പാടല്ലേ? കോപ്പിറൈറ്റ് കേട്ടു. പാട്ട് പാടാനും പറ്റില്ലേ? നമ്മൾ പോണത് അതാണ് നമ്മുടെ ഇത്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ആളുണ്ട് കേട്ടോ അവിടെ. വെള്ളം എനിക്കൊന്നു ഇവരുടെ തന്നെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അവിടെ. വെട്ടം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്തായാലും വെട്ടം ഉണ്ടാവും. നമ്മളിത് എത്തിട്ടുണ്ടായി കൂട്ടം സൗണ്ടൊക്കെ വെച്ച് ഞാനോട്ടോ ലാസ്റ്റ് 7 रुक जाइएगा सर 7 നമ്മളങ്ങനെ കയറാൻ പോകണം. വേറെ കിടപ്പുണ്ട് കേട്ടോ. വേറെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. കോറൽ ക്യൂം, സോറി കേട്ടോ, കോറൽ ക്യൂം. നമ്മൾ വലുതാലോ വെച്ച് കയറുന്നു. 11 11 लो നമ്മൾ കയറി. ഇത്ര ഫോട്ടോ വെച്ച് എല്ലാവരും കിട്ടുമോ? ऊपर नहीं बाद में अभी ऊपर जाएगा अभी ऊपर जाएगा നാട്ടു बारिश के लिए वो लोग भीग जाएंगे नहीं भाई बाद में आना ना ऊपर ऊपर सब या നമ്മൾ താഴോട്ട് വിട്ടു കഴിച്ചു. പുറകെ നിന്നാൽ മതിയല്ലോ. ലേട്ടായി അവിടെ കുപ്പിയൊക്കെ ഉണ്ടോ? ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ പോകണം. മൊത്തം പള്ളിയായിരുന്നു. 23 मेंबर्स भी एंट्री करो. जो भी बाहर है स्टेज के पास, एंट्री के पास 23 मेंबर्स ओनली एंट्री. बीच में कोई मत आओ. പക്ഷെ മോളിരിക്കുന്നു. നമുക്കിത് കഴിയുമ്പോൾ കയറി പോകത്തില്ലേ? ഓരോരുത്തരെടുക്കാം. 23 അല്ല ഓർമ്മ സ്നാക്കിൻ്റെ 1 2 4 5 6 ഓക്കെ 2 നിലവിൽ 2 പേരാണ് പറഞ്ഞേക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ പേരുണ്ട് 1 ചീട്ടില് 2 തരൂടെ എല്ലാം 4 5 6 ഓക്കെ 2 പേരും നമ്മുടെ കൂടാതെ വേണമെങ്കിൽ ഇവിടെ ചോദിച്ചാൽ കിട്ടും. ഇത് കോംപ്ലിമെൻ്ററി അല്ലേ? അല്ലേ ചോദിച്ചാൽ വേറെ മേടിക്കത്തില്ല. അല്ല ഞാൻ ചേട്ടയ്ക്ക് കോംപ്ലിമെൻ്ററി ആണല്ലോ.
ചേട്ടയ്ക്ക് കോംപ്ലിമെൻ്ററി ആണല്ലോ കിട്ടിയേക്കണേ. ഇതല്ലല്ലോ അത് തിരിച്ച് പെർ ഹെഡ് 1 കൂപ്പൺ ഫോർ കൂപ്പൺ. എല്ലാവർക്കും അത് തന്നെയാടാ. തിരിച്ച് കാണിച്ചു ഇങ്ങോട്ട് കാണിച്ചതാ. അല്ല ആ സ്നാക്സിൻ്റെ കാണിച്ചതാ. അതിനെന്നെ പ്രത്യേകത ആ സാധനം മാത്രമേ നിനക്കത് ഒരു പ്ലേറ്റ്. എന്നടാ ആണോ? എന്റെ പീസ് കൊടുത്ത് നീ എടുത്തു. എടാ ഇവര് എൻ്റെ ചേരം കൂടെ അടക്കം വേണം. മൊത്തം ചേരാനും കിട്ടി. ഈ അവസ്ഥ എല്ലാ പരിപാടിക്കും കാണണം. അത് ശരി. ഇഷ്ടപ്പെടാത്തതാണ് ഇഷ്ടപ്പെടാത്തതാണ് ഉൾപ്പെടെ നിനക്ക് വരും. ഇഷ്ടപ്പെടുന്ന ആളെങ്കിലും തരണം. ഇഷ്ടപ്പെടുന്ന ആളെങ്കിലും തരുന്നില്ല. എന്തോ സാധനം ഉണ്ടാവും ചോന കളറിയുണ്ട് പൈനാന്നൊക്കെ ഇവര് പറയും. ട്രൈ ചെയ്യണം. മതിയോ? അല്ല അവരെടുത്ത് കൊണ്ടുതരാം. എനിക്കിത് കൊണ്ടുവരുന്ന മുട്ടായി ഇളക്കിയ വെള്ളം പോലെ കേട്ടോ. ഈ സാധനം കുക്ക വലിക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ചോദിക്കും. തന്ന സാധനം ഇത് അവിടെ ഒഴിച്ചാൽ കുക്ക വലിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? പത്തേ വാള് വെച്ചാൽ ഒപ്പം കേട്ടോ. നീ കൂപ്പണൊക്കെ എടുത്ത് പേടി വെച്ചോ. ഇവിടെ കൂപ്പൺ കൊടുത്താലേ കേട്ടോ. ചേട്ടായിക്ക് ചേട്ടായിക്ക് ഓക്കെ. കേക്ക് ഉണ്ട്. കട്ട്ലറ്റ് ആണോടാ? എന്നാക്കിയത് സാൻഡ്വിച്ചാ അല്ലേ? ഇത് സാൻഡ്വിച്ചാണോ? ചിക്കൻ ലോലിപോപ്പൊക്കെ അല്ലേ അതിൻ്റെ ടേസ്റ്റ്? ക്രീം ആയിട്ടുള്ള എന്തോ സാധനം വേണ്ടത് വേണ്ടേ? If the children are very small, I request parents to drop them on the streets. अगर बच्चे बहुत छोटे हैं say my foot to wait time I'm gonna yell at her
കറക്റ്റ് വീഡിയോ വരും ഈ സാധനം ഉറപ്പായിട്ടും വരും. അയ്യോ തീ വരുന്നടാ. ഫോട്ടോ എടുക്കാൻ പോവാം. ആ കൊള്ളാം. പുറകിൽ മറ്റേ ആ സാധനം ബാക്ക്ഗ്രൗണ്ട് ഒരു മിനിറ്റ്. ഓക്കെ ഓരോരുത്തർക്കും ഓരോ സാധനം തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ട്രൈ ചെയ്യും. നല്ല സ്മെല്ലുണ്ട്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചുമ്മാ ട്രൈ ചെയ്തു. ഒരു ഫോട്ടോ എടുക്കണേ. 1500 റുപ്പീസേ. അവിടെ വേറെ ആളില്ല. എന്റെ മുഖത്തോട്ട് നീ വന്ന് കേറാതെ കുഞ്ഞെ ചക്കര മുത്തല്ലേടാ നീ. എന്റെ ആള് ഇവന്റെ വേറെ ഉണ്ട്. അവന്റെ വേറെ ഉണ്ട്. പക്കൂല് ഇത് വേണ്ട. അല്ല മഴ പെയ്ത് അണഞ്ഞു പോകുന്നത്. ഞാൻ വലിച്ചു നോക്കാൻ പോട്ടോ. ഇവിടെ പഠിക്കാം. അപ്പം ഞങ്ങൾ മാത്രമേ കയറി വന്നുള്ളൂ. ബാക്കിയുള്ളവർ താഴെ അവരും കൂടെ കയറി വന്നിട്ട് ഇവിടെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ആടിയും. താഴെ ഓൾറെഡി ചെറിയ ചെറിയ നോർമലുള്ള പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാട്ടുള്ളതുകൊണ്ട് കേൾക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഓൺ വോയിസ് ആയിരിക്കും. എന്തായാലും നമുക്ക് വന്നിട്ട് കാണാമോ. Married, unmarried, coach wale, bina coach wale, sab loग. All the men and boys on the stage, quickly, come on. Hurry up, hurry up. നമ്മളേക്ക് വിളിക്കുന്നത് അൺമാരീഡ് ആൾക്കാരെ. ശരി പാ. അച്ഛാ പോടാ പോടാ 19
21. 22. 23. 24. 25. 26. 27. 28. 29. 30. 31. 32. 33. 34. 35. 36. 37. 38. 38 not completed. 38. 39. 40. Okay. This guy is a winner. And yes, he is a proper push-up guy. What's your name? आपका नाम? मोटू सलमान के लिए जोरदार ताली हो जाए. Come on. Good dancing, good dancing. It's not over yet. I call it back again on the stage. फिलहाल के लिए प्लीज बैठ जाइए. वापस जरूर बुलाऊंगा. फिलहाल के लिए प्लीज बैठ जाइए. भगवान
সকলে মাসা അയ്യോ Alright. Before I call all the ladies and girls on the stage, we're gonna have a third dance coming up. But उससे पहले, I have a challenge. ഫുഡൊക്കെ കഴിച്ചു. നൈസ് ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ നൈസാണ് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു. സമയം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇതാണ് ഒരു ക്രൂസ് ഷിപ്പിലെ ചെറുതായിട്ട് കാണിക്കാൻ പറ്റിയത്. ഡാൻസൊക്കെ കളിച്ച് അർമാദിച്ചു കേട്ടോ. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അയ്യോ ഒരു ഫോട്ടോ എടുക്കട്ടെ. എടാ ടോണി എന്തി അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കട്ടോ. എടാ പീസോ എങ്ങനെ? Hi guys, thanks for coming on Princess Sadiko. How was the overall trip coming into Dinner Cruise? It's very nice. Everybody enjoyed? Yes, of course. Its food is nice, drinks, like everything. Party, good. Everything good. Much, guys. Okay. Please recommend your friends, everyone. Of course. And do visit once again. Yeah, of course. Okay. Thank you so much, guys. Thank you. welcome. എന്തായാലും നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അടുത്തത് എനിക്ക് തോന്നുന്നു ഒരു വ്ളോഗായിരിക്കും, റിവ്യൂ ആയിരിക്കും ഒരു കാറിൻ്റെ. അപ്പം എന്തായാലും സ്റ്റേ ഓൺ ചെയ്യാം. നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമ്മൾ തന്നെ നമ്മുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ കിട്ടണം.